കാണിച്ചുകൊടുത്തവനെ അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. അള്ളാഹ്ക്ക് വലത്തും എടുത്തു ഒരേ കൈ, വലത്തെ കൈയിലുള്ള ആകാശവും പിടിച്ചു, ഇടത്തെ കൈയിലുള്ള ഭൂമിയും പിടിച്ചു. ഇതാദ്യം അത്തൗഹീദ് അവർ പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴോ ഇപ്പോൾ നമ്മളെ സക്കരിയ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകത്തിലാണ്, അത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് പോലും പരിഭാഷപ്പെടുത്തിയതാണ്. എന്നാൽ ഇപ്പൊ സക്കരിയ സലാഹി പുതിയ ബുക്കിറക്കി, അതിലയാൾ പറഞ്ഞു അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. അതൊന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ഈ പുസ്തകത്തിൽ ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈയില്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈ, ഇടത്ത് കൈയില്ല. ഇത് ഞാൻ വായിച്ചപ്പോഴാ കൊണ്ടോട്ട് ചെയ്ത ഒരാൾ ചോദിച്ചപ്പോ അള്ളാഹ് വികലാംഗനാണോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഇവർ പറഞ്ഞു വലത്തും ഇടത്തും കൈയാണ്, ഇപ്പൊ പറയുന്നത് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. തീർന്നില്ല. എന്നാ ഇത് തന്നെ നമ്മളെ സലഫിയും പറയുന്നത് കേട്ടോ. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, വകിൽതായദൈയമീൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. രണ്ട് കൈയും വലം കൈയാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വാചകങ്ങളാ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി തന്നെ പറയുന്നു, പടച്ചവൻ അർശിന്റെ മുകളിൽ സിംഹാസനത്തിന്റെ മുകളിലാണ്. പക്ഷേ ആ മുകളിൽ അള്ള കുത്തിരിക്കുമ്പോ കാല് താത്തിയിട്ടിട്ടോ കുത്തിരിക്കുന്നത് പൊക്കിയിട്ടോ നീ അമ്മക്കറിഞ്ഞൂടാ. മേൽപോട്ട് നോക്കിയിട്ടോ താഴോട്ട് നോക്കിയിട്ടോ അള്ള കുത്തിരിക്കുന്നത് നീ അമ്മക്കറിഞ്ഞൂടാ. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അള്ള അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചോട്ടവനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം, അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അള്ളാഹിനെ പറ്റി പറയുന്നോക്കെ ഇനി മൗലവി പറയുന്ന ടോളി എല്ലാ രാത്രിയും അള്ളാഹ് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന. നേരത്തെ എന്തേലും പറഞ്ഞത് അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ് ആകാശമുള്ളത്. അള്ളാഹിന്റെ വലത്തെ കയ്യിലുള്ള ആകാശത്തിൽ അള്ളാഹ് ഇറങ്ങുക എപ്പോ? രാത്രി പാതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എല്ലാ രാത്രിയും ഇറങ്ങി വരുന്നാണല്ലോ. അപ്പൊ അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്, ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ? അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്? ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം. വേറൊരു ചെറുപ്പക്കാരന്റെ ചോദ്യം, അള്ള ഒരു അർശിന്റെ മോളിൽ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഇതാരുണ്ടാക്കിയതാണ് ഈ അർശ്? ആരാ അത് പഠിച്ചത്? അള്ളാഹ്. അപ്പൊ അള്ള പടച്ച അർശിന്റെ മോളിൽ ഇപ്പൊ അന്ന് ഇരിക്കുക. അതെ. അപ്പൊ ഇത് പടക്കുന്നതിന് മുമ്പ് അള്ള എവിടെയായിരുന്നു? അത് ഈ കേരള നേതൃത്വം മുജാഹിദിന്റെ ഓഫീസിലാണ്. ഇത് പടക്കുന്നതിന് മുമ്പ് അള്ള എവിടെയായിരുന്നു? അതിന് മറുപടിയുണ്ടോ? യുക്തിവാദികളെ കൊണ്ടും നിരീശ്വരവാദികളെ കൊണ്ടും മതവിരോധികളെ കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ മുഴുവനും ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി, അവർക്ക് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ഇവർ ഓരോ വകുപ്പുകൾ വെച്ചു കൊടുക്കുകയല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ചു.